ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം. ചെമ്മീൻ റെസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള സവോള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സവാള വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വരാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് പുളിക്ക് ആവശ്യമായ ഒരു തക്കാളി ചേർത്ത് ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചക്കുത്ത് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ ഫ്രൈ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഫൈനലി ചെമ്മീൻ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ ക്രിസ്മസ് സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എങ്കിലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. താങ്ക്